പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് 12 സ്ഥലങ്ങളിൽ ഇ.ഡി. റെയ്ഡ്. ആനന്ദകുമാർ, ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകൾ ഉൾപ്പെടെയാണ് ഇ.ഡി. റെയ്ഡ്. സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ പാതിവില തട്ടിപ്പിൽ ഇ.ഡി. കടുത്ത നടപടികളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ പണം നൽകിയവരുടെ വീടുകളിലടക്കം അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിജീഷ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ആനന്ദകുമാർ, ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകൾ ഉൾപ്പെടെയാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? രജന്, 12 കേന്ദ്രങ്ങളിലായിട്ടാണ് ഒരേ സമയം അനന്തകുമാറിന്റെ ഈ പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള അറസ്റ്റിലായിട്ടുള്ള അനന്തകുമാറിന്റെ സ്ഥാപനങ്ങളിലാണ്. കൊച്ചിയിലെ വിവിധ സ്ഥാപനങ്ങൾ, അനന്തകുമാറിന്റെ പേരിലുള്ള സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ ആനന്ദകുമാറിന്റെ തിരുവനന്തപുരത്തെ വീട്, ലാലി വിൻസെന്റിന്റെ, അവരുടെ അഭിഭാഷകയായ ലാലി വിൻസെന്റിന്റെ വീട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇവരുടെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ, ഒപ്പം തന്നെ വിവിധ ആളുകളിൽ നിന്ന് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് അതിന്റെ അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ തേടി തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നേരത്തെ 11 അക്കൗണ്ടുകളാണ് അനന്തകൃഷ്ണന് മാത്രമുള്ളത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് ക്രൈംബ്രാഞ്ച് സംഘമായിരുന്നു ആ വിവരങ്ങൾ കോടതിയെ അറിയിച്ചത്. അതിന്റെ തുടർച്ചയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പ്രധാനമായും ഈ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പരിശോധനകൾ നടത്തിയിരുന്നത്. ഈ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ രേഖകൾ, ബാങ്ക് ഇടപാടുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 12 കേന്ദ്രങ്ങളിലും അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ രേഖകളുടെ പരിശോധന, അക്കൗണ്ടുകളുടെ പരിശോധന അടക്കമാണ് പ്രധാനമായും പൂർത്തിയാക്കുന്നത്. കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, പാതിവില തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം ഉപയോഗിച്ച് എന്നീ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഏതാണ്ട് 450 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഇതിൽ നടന്നതായി അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു. തുടർന്നാണ് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ഇ.ഡി. കേസ് ECIR രജിസ്റ്റർ ചെയ്യുന്നതും തുടർന്ന് നിരവധി പരാതിക്കാരുടെ മൊഴികൾ എടുത്തിരുന്നു. പ്രധാനമായും സീഡ് സൊസൈറ്റി ഭാരവാഹികളുടെ മൊഴികളാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അതിന്റെ കൂടി തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധനകൾ എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നേതൃത്വം നൽകുന്ന റെയ്ഡുകൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. അനന്തകൃഷ്ണന്റെ സ്ഥാപനങ്ങളിലടക്കമാണ് ഇപ്പോൾ പരിശോധനകൾ തുടരുകയും ചെയ്യുന്നത്. ശരി, എന്തായാലും പാതിവില തട്ടിപ്പിൽ നടപടി കടുപ്പിച്ചിരിക്കുക തന്നെയാണ് ഇ.ഡി. സംസ്ഥാനത്ത് 12 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.